ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അതിഥി തൊഴിലാളികളില്ലാത്ത ഒരു പ്രദേശം പോലും കേരളത്തിൽ ഇന്നില്ല. അതിഥി തൊഴിലാളികൾ ജോലി സംബന്ധമായും ഒറ്റയ്ക്കും കുടുംബസമേതം നമ്മുടെ കേരളത്തിൽ അത്രമാത്രം നിറഞ്ഞിരിക്കുകയാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഇവരുടെ സംസ്കാരവും ജീവിതശൈലിയും വളരെ വ്യത്യസ്തമാണ്. ഇവരിൽ ചിലർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ഉണ്ടാകാം, ചിലർ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നവരും ഉണ്ടാകാം. ആയതിനാൽ സുരക്ഷിതത്വവും ആരോഗ്യപരമായ ജീവിതശൈലിയിലേക്ക് ഇവരെ കൊണ്ടുവരുവാൻ മയക്കുമരുന്നിനെ കുറിച്ച് ഒരു ദൂഷ്യഫലങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നത് വളരെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. ഇതുകൂടാതെ നമ്മളിവിടെ ഒരു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു പെൻഷൻ യോജനയെ കുറിച്ചും ക്ലാസ് എടുക്കുന്നതായിരിക്കും, സ്വാഗതത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഈ പ്രദേശത്തിന്റെ തന്നെ മുൻ വാർഡ് മെമ്പറായ ശ്രീമതി പുഷ്പ അവരുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിപാടിക്ക് വേണ്ടി സ്ഥലവും സൗകര്യവും ഒരുക്കി തന്ന അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഇസാഫിന്റെ സീനിയർ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ശ്രീ ഷിനോയ് എന്നിവർക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മുടെ സൈക്കോളജിസ്റ്റായ ശ്രീമതി ശ്രുതിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇസാഫിന്റെ പ്രവർത്തകരും ഫെസിലിറ്റേറ്ററുമായ ശ്രീ ജെയ്സനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. भाइयों, मैं यहाँ का लेबर ऑफिसर हूँ, ये इलाका का लेबर ऑफिसर हूँ। आज आपके लिए नशा मुक्ति एवं सुरक्षित स्वस्थ जीवन पर क्लास लेने के लिए श्रीमती श्रुति जी आए हुए, वो आपको क्लास लेंगी। इस कार्यक्रम में आप सबका हार्दिक स्वागत है. പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ശ്രീമതി പുഷ്പ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. പറയാം, നിങ്ങൾ നല്ല കുട്ടികളാണ്. കണ്ടുപിടിക്കരുത്, നീതി വിരിക്കരുത്, മറ്റുള്ള അക്രമങ്ങളൊന്നും കാണിക്കരുത്. അങ്ങനെയുള്ള ശീലങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം, അതാണ് മാഡം പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും നമുക്ക് ഈ സ്ഥാപനം ഒരുക്കി തന്ന അറിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ചില കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ വന്നിട്ട് ക്യാരംബോർഡ് കളിച്ചിട്ട് TV കാണുന്നുണ്ട്.